ശ്രീ രാജു പി നായർ ഇന്ന് മുഴുവൻ കണ്ടത് ഈ ഫ്ലക്സ് യുദ്ധമാണ്. കേസിക്കായി അവിടെ കൂറ്റൻ ഫ്ലക്സ്, വീടിക്കായി തെരുവിൽ സമരങ്ങൾ. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പേരാമ്പ്രമൊക്കെ സമരം തുടങ്ങാൻ പോകുന്നു പറയുന്നു. അതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ മാരക അപരാധമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ 102 എന്ന മഹത്തായ വിജയം നിങ്ങൾക്ക് സമ്മാനിച്ച അത് അക്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ. പയ്യന്നൂരും തളിപ്പറമ്പിലും ഉദുമയിലും തൃക്കരിപ്പൂരിലും ഒക്കെ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കണമെങ്കിൽ അതിൽ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല. നിങ്ങൾക്ക് വോട്ട് ചെയ്ത വലിയൊരു ജനതയെ യഥാർത്ഥത്തിൽ അവമതിക്കലല്ലേ രാജു പി നായർ? അല്ല ഹാഷ്മി, ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസ്സിന് ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ആദ്യഘട്ടം ജയിച്ചു വന്ന MLA-മാർ ചേർന്ന പാർലമെൻ്ററി പാർട്ടി കൂടുക എന്നുള്ളതാണ്. അവിടെ അവർ തീരുമാനമെടുക്കുക. അവർ തീരുമാനിച്ചു, AICCക്ക് തീരുമാനമെടുക്കുന്നതിന് വിട്ടു. അവരിന്ന് നിയമസഭാ സാമാജികരെ മുഴുവൻ കണ്ട് അഭിപ്രായങ്ങൾ തേടി. അതിനുശേഷം എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ UDF-ൻ്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയല്ല, UDF-ൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ UDF-ൻ്റെ മുഖ്യമന്ത്രിയാണെന്ന നിലയ്ക്ക് ഘടകകക്ഷികളുടെ അഭിപ്രായം എന്താണെന്നും ചേർന്ന് നോക്കി അതിനുശേഷം അവർ ഡൽഹിക്ക് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആത്യന്തികമായ പ്രഖ്യാപനം വരേണ്ടത് AICC-യിൽ നിന്നാണ്. ആ പ്രഖ്യാപനം നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത്. 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഒരു 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 പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന 3 പേരുകാരിൽ ആരും പരസ്പരം ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രക്രിയ നടക്കുമ്പോൾ തങ്ങളുടെ ഒരു സ്വാധീനം എന്താണെന്നും തങ്ങളുടെ ശക്തി എന്താണെന്നും അല്ലെങ്കിൽ തങ്ങളുടെ വാദം എന്താണെന്നും പറയാനുള്ള ശ്രമം നേതൃത്വത്തോട് കാണിക്കും. അത് ആ പ്രക്രിയക്കകത്ത് നടക്കുന്നതാണ്. അത് നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കുറേ അഭിപ്രായങ്ങൾ ഉയരും. ആ അഭിപ്രായങ്ങൾ പറയും. ഞാൻ ആ അഭിപ്രായം പറയുന്നതിനൊന്നും തെറ്റായി കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ പ്രിജി സംസാരിച്ചത് എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. കാരണം ഞാനും ശ്രീ പ്രിജിയും തമ്മിൽ പല ചർച്ചകളിലിരുന്ന് വലിയ വാഗ്വാദവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്നു, പ്രിജി ഇന്ന് ഈ ഇടതുപക്ഷമായി മാറി എന്നുള്ളത് എനിക്ക് സന്തോഷം തരികയാണ്. കാരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM ഇടതുപക്ഷമല്ലാതെ ആയി മാറി എന്നുള്ളതാണ്. അത് ആശയപരമായും സംഘടനാപരമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്ത, ഇടതുപക്ഷമല്ലാത്തൊരു പാർട്ടി ആയി മാറി. അതുകൊണ്ടാണ് ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഭയരഹിതമായി സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള വേദികൾ ഉണ്ടാക്കും. അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഹാഷ്മി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം. ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റികളിലോ ഏരിയ കമ്മിറ്റികളിലോ ആ സഖാക്കന്മാർക്ക് അഭിപ്രായം പറയാനും അവർക്ക് സംവാദത്തിലേർപ്പെടാനും തർക്കിക്കാനും കലഹിക്കാനും കലാപമുണ്ടാക്കാനും ആ പാർട്ടിക്കകത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ CPM ഇന്ന് 25-ലേക്ക് എത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള എല്ലാ വേദികളും അടച്ച് ഏകാധിപത്യപരമായി, നേരത്തെ ശ്രീ പ്രിജി ഇവിടെ പറഞ്ഞല്ലോ, പ്രിജി ഇടതുപക്ഷ ആശയത്തിൽ നിന്ന് മാറുന്ന പാർട്ടിയെ ഒരു രാഷ്ട്രീയ ഇടത് നിരീക്ഷകനായിക്കൊണ്ട് ചോദ്യം ചെയ്താൽ പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന സൈബർ ആക്രമണം നടത്തുന്ന, അതൊക്കെ എല്ലാ പാർട്ടിയിലും ഇല്ലെന്നും ഞാൻ വിശുദ്ധനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് ഈ കേരളത്തിലെ CPM മാറി എന്നുള്ളതിൻ്റെ അപജയമാണിന്ന് കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹാഷ്മി ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള പ്രക്രിയയിൽ നടക്കുന്ന വിഷയങ്ങളോ ഊതിപ്പെരുപ്പിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിൽ അതെന്തോ വലിയ അപരാധമാണ് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അവമതിപ്പൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഇന്നത്തെ CPM ആക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ CPM ആവരുത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് പറയട്ടെ, കലഹങ്ങൾ ഉണ്ടാവും. നിങ്ങൾ CM-ൽ വൈകിട്ട് ഇല്ല, നിങ്ങളുടെ പ്രൊസീജിയർ അവിടെ ഉണ്ട്. പക്ഷേ ഒരു തീരുമാനം അമിക്കബിളായി എടുക്കുന്നതിന് പകരം അത് ഏതെങ്കിലും തരത്തിൽ പരസ്പര വാക്പോരിലേക്കും ഈ പറഞ്ഞ ചക്കളത്തിപ്പോരിലേക്ക് പോയാൽ അത് അവമതി പണതുണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താൻ രാജു പി നായർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.